4 അവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഞാൻ എടുത്തൊരു സെൽ ട്രേഡ് ആണെന്ന്. സോ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് റീസൺസ് ഫോർ ദ ട്രേഡ് ആൻഡ് ദ കൺഫർമേഷൻ ഫോർ ദ ട്രേഡ് ആയിരിക്കും. സോ ഓവർ ടു ദ ചാർട്ട്. സോ ഈ ഒരു സോണാണ് ആക്ച്വലി ഞാൻ പിക്ക് ചെയ്തത്. വൈ ഞാൻ ഈ സോൺ പിക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ പ്രീവിയസ്ലി കുറേ ഹൈസിൻ്റെ മേളിൽ നിന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ സെൽ ഓഫ് ചെയ്തൊരു ക്യാൻഡിലാണ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു FVG ഉണ്ട്. സോ അല്ലെങ്കിൽ ഒരു ഇംബാലൻസും നമുക്കിവിടെ സ്പോട്ട് ചെയ്യാം. സോ ഇത് ഇത്രയുമായിരുന്നു ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു കൺഫർമേഷൻ. ആൻഡ് ഈ ഒരു പോയിന്റിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യുന്ന ശേഷം ഞാൻ ആക്ച്വലി 15 മിനിറ്റിൽ എൻട്രി എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഞാൻ ആ ഒരു പോയിന്റിൽ തന്നെ 50 മിനിറ്റിലോട്ട് പോയി. സോ 50 മിനിറ്റിൽ ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് ഇവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് നമുക്കറിയാം അത് ആക്ച്വലി ഒരു അപ് ട്രെൻഡ് മാർക്കറ്റാണ്. സോ ഇങ്ങനെ ഒരു അപ് ട്രെൻഡ് മൂവ് ചെയ്യുന്ന മാർക്കറ്റിൽ ഞാനിവിടെ ഒരു റിസ്ക് എൻട്രി എടുക്കുന്നത് ഒരു നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം റിസ്ക് എൻട്രി എന്ന് പറയുമ്പോഴേക്കും നമ്മളിവിടെ ഡയറക്റ്റ്ലി ഒരു സെൽ ലിമിറ്റ് വെക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയുടെ മേളിൽ വെക്കുന്നു, ആൻഡ് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, സെൽ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിലോട്ട് മാർക്കറ്റ് വന്ന് നല്ല ഫ്യൂരിയസ്ലി നല്ലൊരു ബൈയിങ് കാണിച്ചുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് മൂവ് ചെയ്തത്. സോ അത് ഈ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ ആക്ച്വലി ട്രേഡ് എടുത്താൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കൺഫർമേഷൻ എൻട്രിയാണ് ഞാൻ ചൂസ് ചെയ്തത്. കൺഫർമേഷൻ എൻട്രിയാണ് പ്രൈസ് ആക്ച്വലി ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് 15 മിനിറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഡയറക്ഷണൽ ചേഞ്ച് കാണിച്ചതിന് ശേഷം എൻട്രി എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഈ പോയിന്റിൽ ഈ ഒരു ലോ അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ആക്ച്വലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ടൈം നോക്കുമ്പോഴേക്കും ഇവിടെ ഏകദേശം 8:45 ആയിട്ടുണ്ട്. സോ ന്യൂയോർക്ക് സെഷൻ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 9:30 വരെ ആയിരിക്കും മാർക്കറ്റ് നോക്കുന്നത്. സോ ആ ഒരു 9:30 ട്രേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആക്ച്വലി ട്രേഡ് പ്ലാൻ ചെയ്യില്ല. സോ ആ ദിവസം ആക്ച്വലി ട്രേഡ് ഒന്നും പ്ലാൻ ചെയ്തില്ല. ആൻഡ് നെക്സ്റ്റ് ഡേ ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ആക്ച്വലി ഓപ്പണായി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് സെല് ചെയ്യാനായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ പ്രൈസ് ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് വന്നില്ല. അതിനുശേഷം പ്രൈസ് ഈ ലിക്വിഡിറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് കാണാൻ പറ്റിയത്. സോ ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ പ്രൈസ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഈ പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് തന്നെയാണ് പ്രൈസ് കാണിക്കുന്നത്. സോ ആ ഒരു പോയിന്റിൽ നമുക്ക് ആക്ച്വലി ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായില്ല. ആൻഡ് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കാന്നുള്ള പ്ലാൻ. കാരണം ഈ ലോ കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോഴേക്കും 15 മിനിറ്റിൻ്റെ സ്ട്രക്ചറും ചേഞ്ച് ആയി, നമുക്ക് മനസ്സിലാക്കാം ഡയറക്ഷനും ചേഞ്ച് ആയി. സോ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് ഓൾറെഡി സെൽ ഓഫ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം 15 മിനിറ്റിൻ്റെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. സോ ഞാൻ നോക്കിയ പോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ പുഷ് ചെയ്ത് ഫോൾ ചെയ്തു. സോ ഞാൻ പിന്നീട് നോക്കിയത് ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ചെയ്യാനായിരുന്നു. സോ എൻ്റെ സെൽ ലിമിറ്റ് ഓർഡർ ഞാൻ ഇവിടെ വെച്ചു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ഹൈയുടെ മേളിലായിരുന്നു ഞാൻ വെച്ചത്. ഞാൻ ടാർഗറ്റ് ചെയ്തത് സംവർ ഈ ഒരു ലോസ് ആയിരുന്നു ഞാൻ ടാർഗറ്റ് ചെയ്തത്. കാരണം ഇതൊരു ഈക്വൽ ലോസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോ ഈ ഒരു പോയിന്റ് ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. സോ ഇതായിരുന്നു എൻ്റെ സെൽ ലിമിറ്റ്, ഇതായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഇതായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ. ആൻഡ് ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ്. സോ പേഷ്യൻ്റ്ലി മാർക്കറ്റ് ഇനി വന്ന് ടാപ്പ് ചെയ്യാനായിട്ടാണ് വെയിറ്റ് ചെയ്തത്. സോ ഞാൻ നോക്കിയതുപോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു ആൻഡ് സ്ട്രെയിറ്റ് ടു ടാർഗറ്റ്.